ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നാണ് ആസാദ് അഭിപ്രായത്തിൽ ഫോക്കസിൽ ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എന്തൊക്കെയുണ്ട്? അല്ല, അതിലിപ്പോ വിവേക് സാറ് പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമാണ്. നമ്മൾ അങ്ങനെയാണ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിൽ വരുന്ന ഒരു കസ്റ്റമറും പല നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഒന്ന്, അവര് വാഹനം എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവര് റെഫറൽ കസ്റ്റമർ വരിക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിനെന്ത് വേണം? അവർക്ക് നല്ല സർവീസ് കിട്ടണം, അവർക്ക് നല്ല വാഹനമായിരിക്കണം, അവർക്കതൊരു സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും ഹാപ്പി ആയിരിക്കും. അത് വാഹനത്തിൽ ബുക്ക് ചെയ്ത മുതൽ ഡെലിവറി ചെയ്യുന്നത് വരെ അത് കംപ്ലീറ്റ് ആയിട്ട് മൊത്തം. തിരിച്ച് അവർ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വരെ എല്ലാ സമയങ്ങളിലും അവർ ഹാപ്പി ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ഡീലർമാരും അത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് കരുതി. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, വില കൂടുതലാണ്, ഇപ്പൊ കുറച്ച് വില അധികം ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ തുറന്നു പറയട്ടെ ഒരു കാര്യം. ഈ 11 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാ ടൈപ്പും നേരത്തെ പറഞ്ഞതുപോലെ വില കൂടുതൽ എന്ന് പറയും പല ആളുകളും. അപ്പോൾ വില കുറച്ച് കിട്ടുന്ന വാഹനങ്ങൾ ഏതൊക്കെ ടൈപ്പ് എന്ന് ചോദിച്ചാൽ, എൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ഞാൻ രണ്ട് ഓഫീസിന് മുന്നേ, ആദ്യത്തെ ഓഫീസിൽ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ, ഇതിന് മുന്നത്തെ ഓഫീസിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ടോട്ടലെസ് വാഹനങ്ങൾ, ഇൻഷുറൻസിന് കിട്ടുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്, ആക്സിഡന്റഡ് വാഹനങ്ങൾ. ആക്സിഡന്റ് വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ നന്നാക്കി കൊടുന്ന് വളരെ ക്ലീൻ ആക്കി വൃത്തിയാക്കി വിറ്റിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു പാസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ആ സമയങ്ങളിൽ വണ്ടി വില കുറവായിരിക്കും. കസ്റ്റമറോട് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ അത് റീപ്ലേസ്മെന്റ്, ചെറിയ റീപ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വിറ്റിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ അതിനൊക്കെ പഠിച്ച പാഠങ്ങൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ വെച്ചാല്, ആ വിൽക്കുന്ന സമയങ്ങളിൽ കസ്റ്റമറിന് വിറ്റ് പിന്നെ ഫോൺ എടുക്കാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആ. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ തുടർന്ന് അവർക്ക് കംപ്ലൈന്റ്, ഇന്നല്ലെങ്കിൽ നാളെ ചെറിയ ചെറിയ കംപ്ലൈന്റ് വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മളിപ്പോ കൈയും കാലും പൊട്ടി വലിയ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ചിലർ ഹാൻഡിക്യാപ്ഡ് ആവും, ചിലരത് എങ്ങനെ ആയാലും ഒരു ഫുൾ ക്ലിയർ ആവില്ലല്ലോ. നമ്മൾ മുന്നത്തെ മനുഷ്യനാണെങ്കിലും പോലെ മുന്നത്തെ പോലെ സ്വാഭാവികമായിട്ടും കോൺഫിഡന്റും കിട്ടൂല, അതിന് ഫിറ്റ് അവർ. ഉണ്ടാവില്ല. ആ. അതുപോലെ തന്നെയാണ് അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, വാഹനങ്ങൾ ഇടിച്ചു വരുന്ന ആ സാഹചര്യം. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അന്ന് നമ്മളൊക്കെ അതൊക്കെ മനസ്സിലാക്കി അത് അതിന് പഠിച്ച പാഠങ്ങളൊക്കെ എന്താ വെച്ചാൽ, നല്ല വണ്ടി എടുക്കുക, ആ വണ്ടിയും ഈ വണ്ടിയും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഒരു 5 വണ്ടി കൊടുന്നാൽ ആ 5 വണ്ടിയിലും അല്ലെങ്കിൽ 5 വാഹനത്തിലും കാണുന്ന എക്സ്പീരിയൻസ്, 5 ഇന്നോവ ക്രിസ്റ്റ നമ്മൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് മുൻനിർത്തി അതിന്റെ കിലോമീറ്റർ, അതിന്റെ പെയിന്റിങ് ക്വാളിറ്റി, അതിന്റെ പിന്നെ ഓണർഷിപ്പ്, ടോട്ടലി അതിന്റെ ടയർ ഭാഗങ്ങൾ എവിടേക്കാണോ, അതിന്റെ ഇന്റീരിയൽ, സീറ്റ് കവർ, ടയർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി. ചില വാഹനം ഇത്രയും ഓണർഷിപ്പിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും എല്ലാം. ഒരു വണ്ടി ഇവിടെ എടുക്കുമ്പോൾ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, 5 വാഹനങ്ങൾ നമ്മൾ നിരത്തിയിട്ട് ഒരേ മോഡൽ, ഇപ്പോൾ 2022 മോഡൽ 5 വാഹനങ്ങൾ നിരത്തി, വില കൂടുതൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് ചെറിയ ഉദാഹരണമാണ്. 5 വാഹനങ്ങൾ നിരത്തി വെച്ചു. ഫസ്റ്റത്തെ വാഹനം 70,000 കിലോമീറ്റർ, 2022 മോഡൽ. രണ്ടാമത്തെ വാഹനം അതേ മോഡലില് അതേ വേരിയന്റിൽ 50,000 കിലോമീറ്റർ. മൂന്നാമത്തെ വാഹനം 10,000 കിലോമീറ്റർ. നാലാമത്തെ വാഹനം 60,000 കിലോമീറ്റർ. അഞ്ചാമത്തെ വാഹനം വെറും 25,000 കിലോമീറ്റർ. ഈ 5 വാഹനത്തിനും ഒരേ വിലയാണ് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വിശ്വസിക്കാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും ഇല്ല. ഡിഫറൻസ് വാഹനങ്ങൾ. ആളുകൾ OLXിലും അതുപോലെ ഓൺലൈൻ മീഡിയകളിലും മറ്റു ഓഫ്ലൈൻ ഷോപ്പുകളിലും പോയി കാണുമ്പോൾ 2010 മോഡലിന് അവിടെ എത്ര വിലയുള്ളൂ, ഇവിടെ ഇത്ര വില. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇതിന്റെ കിലോമീറ്റർ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതിന്റെ ബാക്കി ടയർ ഭാഗങ്ങൾ നോക്കണം, അതിന്റെ എവിടേക്കാണ് റീപ്ലേസ്മെന്റ് നോക്കണം, അതിന്റെ ഇൻഷുറൻസിന്റെ ടൈമിംഗ് നോക്കണം, ഇങ്ങനെ ഇന്റീരിയറിന്റെ ക്വാളിറ്റി നോക്കണം, ഓണർഷിപ്പ് നോക്കണം.
ചില വാഹനങ്ങൾ RC മാത്രമേ ഓണർഷിപ്പ് സിംഗിൾ ഉണ്ടാവുള്ളൂ. ആ ആ കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എളാപ്പ, ഉപ്പ, ഉമ്മ, പെങ്ങൾ ഇവരൊക്കെ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ആ അപ്പോൾ ആ വാഹനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി വരുന്ന സമയങ്ങളിലാണ്, എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴാണ് ആ വാഹനത്തിന്റെ ക്വാളിറ്റിയിലേക്ക്, വാഹനത്തിന്റെ വിലയിലേക്ക് ഫോക്കസ് മോട്ടോഴ്സ് പോകുന്നത്. എല്ലാ ചെക്കപ്പും ഒരു ഒരു മോഡൽ റേറ്റ്, ഒരു മോഡൽ, ഒരു വേരിയന്റ് ആയതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല. ആ വാഹനത്തിന്റെ ക്വാളിറ്റി. അതുപോലെ തന്നെ വിവേക് സാറ് പറഞ്ഞ ഫോക്കസ് മോട്ടോഴ്സിന്റെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ 12 മാസം വാറണ്ടി. അത് സെക്കൻഡ് ഹാൻഡ് വാഹനത്തിനാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അത് പിന്നെ പുതിയ കാർ ഇറങ്ങുന്നത് പോലെയല്ല ഒരു സെക്കൻഡ് വാഹനം വിൽക്കുക എന്നുള്ളത്. അത് 2 വർഷം, 3 വർഷം, 5 വർഷം പഴക്കമുള്ള വാഹനത്തിന് വീണ്ടും വാറണ്ടി കൊടുക്കുക. അപ്പൊ നമ്മൾ അത്രയും അഷ്വർ അത്രയും ചെയ്തിട്ടാണ് ചെക്കപ്പ് വാഹനങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാൻ ഇന്ത്യ റോഡ് അസിസ്റ്റന്റ് സർവീസ്, റോഡ് സൈഡ് അസിസ്റ്റന്റ് സർവീസ്, ഓക്കെ. ഇതും ഫോക്കസ് മോട്ടോഴ്സ് കൊടുക്കുക. ഇതിന് പുറമെ ഫോക്കസ് മോട്ടോഴ്സ് എങ്ങനെയാണോ മാക്സിമം എല്ലാ ചെക്കപ്പും, വലിയ പ്രാധാന്യം ഇല്ല, എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് വാഹനങ്ങൾ കൊടുക്കുന്നത്. അതൊരു പക്ഷേ മറ്റു മോഡൽ റേറ്റിലേറെ അപ്പുറത്തെ ഷോറൂമിൽ നിന്നും, അതുപോലെ OLXിൽ കാണുന്ന നല്ല വാഹനങ്ങളുണ്ടാവും, ഇല്ല എന്നും ഒരിക്കലും നമ്മൾ പറയുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിലപ്പോൾ വില കൂടി എന്ന് തോന്നാൻ കാരണം നേരത്തെ പറഞ്ഞത് മോഡൽ റേറ്റ് അല്ല വാഹനത്തിന്റെ ക്വാളിറ്റി. ഒരു 2022 മോഡൽ ക്രിസ്റ്റക്ക്, സ്വിഫ്റ്റിന്, അല്ലെങ്കിൽ ക്രെറ്റക്ക്, ഏതെങ്കിലും വാഹനത്തിന്, ബെൻസിന്, ആ വാഹനത്തിന് അവിടെ ഇത്ര രൂപക്ക് കിട്ടാണ്ട് എന്ന് പറഞ്ഞ് ആ വാഹനത്തെയും ഈ വാഹനത്തെയും താരതമ്യം ചെയ്യുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളും നോക്കിയിട്ടാണ് വാഹനത്തിന് വില വെക്കുക. കംപ്ലീറ്റ്ലി വേർത്തി ആയിട്ടുള്ള ഒരു പ്രൈസ് മാത്രമേ നമ്മൾ വാഹനമായി മീറ്റ് ചെയ്യാറുള്ളൂ. അത്ര അതുകൊണ്ട് വില കൂടി എന്നുള്ളതിൽ വലിയ പ്രാധാന്യം സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും.